പത്തനംതിട്ടയിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനന്തപുരിയിൽ പൂജ തുടങ്ങാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനും അനിയും ആദർശും എല്ലാവരും പൂജാമുറിയിലേക്ക് വരികയാണ്. ചേച്ചിക്കും അബിക്കും ഭയങ്കര ടെൻഷൻ. രണ്ടുപേരും കൂടെ മാറി നിന്ന് സംസാരിക്കുകയാണ്. എടാ, നമ്മളെ വിചാരിച്ച പോലൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് ജലജ ചോദിക്കുകയാണ്. എന്താ അമ്മേ നടക്കാത്തത്? നമ്മളെ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. നീ അങ്ങോട്ട് വാ എന്ന് പറയാണ്. എന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശം അങ്ങോട്ട് വരികയാണ്. എന്തുവാ ഇവർ രണ്ടുപേരും മാറി നിന്ന് നിങ്ങൾ രണ്ടുകൂടെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് ജലജ. ഞങ്ങളങ്ങോട്ട് വരിക മോനെ എന്ന് ജലജ പറയാണ്. ഇവൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇവൻ അങ്ങോട്ട് വന്നാലും ഇവൻ നല്ലതൊന്നും പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയുകയാണ്. അത്രയ്ക്കും ദുഷ്ടനായി ഇവൻ എന്ന് ആദർശ് പറയാണ്. ജലജ പറയാണ്, ശരി ഇവൻ തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട്, സമ്മതിച്ച്, പക്ഷെ അതിനെയൊക്കെ വലിയ തെറ്റ് നീ ചെയ്തിട്ടില്ലയോ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ അബിയെ നോക്കുകയാണ്. അപ്പോൾ അബി ഒന്നും മിണ്ടാതിരിക്കുന്നു. ഇവനറിയാം ഇവൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എത്ര ആണെന്ന് എന്നും പറഞ്ഞ് ആദർശ് അങ്ങ് പോവുകയാണ്. അപ്പം ജലജ ചോദിക്കുകയാണ്, നീ എന്താ ആദർശ് ഇത്രയും പറഞ്ഞിട്ട് നീ മിണ്ടായിരുന്നേ? തിരിച്ച് മറുപടി കൊടുക്കണ്ടേല്ലേ? ഞാനിപ്പോൾ ഒരു മറുപടിയും കൊടുക്കേണ്ട ആവശ്യമില്ല അമ്മേ. അത് ഇനിയിപ്പോൾ അവർ കരയാൻ പോവില്ലേ, അന്നേരം നമുക്ക് കാണാം. അതിനുള്ള എല്ലാ മറുപടിയും കൂടി ചേർത്താണ് അത് എന്ന് നമ്മുടെ അബി പറയാം. പിന്നെങ്കിൽ ഞാൻ പൂജ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ സിയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും അബി പറയാണ്. അപ്പോൾ ആ ജലജ പറയാണ്, നീ ഇപ്പോൾ ഇവിടുന്ന് പോയാൽ ശരിയാവത്തില്ല, എല്ലാവരും നിന്നെ തന്നെ സംശയിക്കും. അതിന് ഞാൻ ഇവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും സംശയമൊക്കെ നമ്മുടെ നേരെ തന്നെ തിരിഞ്ഞു വരും. ഞാൻ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ലെന്നും പറഞ്ഞ് അബി അങ്ങ് പോവുകയാണ്. പതുക്കെ പൂജാമുറിയുടെ അടുത്തോട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് അനിയൻ നന്ദുവാണ്. നന്ദു പറയുകയാണ്, അസുരൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ ചേച്ചി രക്ഷിക്കണം, അതാ വേണ്ടത്. അവനെ പൂട്ടാനുള്ള എല്ലാ തെളിവും കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇന്നത്തെ ഒരു ദിവസം കഴിയട്ടെ, അവനെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നന്ദു പറയണം. അപ്പോഴാണ് സച്ചി ആ വഴി വരുന്നത്. അപ്പം അനി പറയാം, ഇവൻ പോയില്ലേ, ഈ നാട്ടിൽ നിന്ന് പോയില്ലേ ഇതുവരെ? ഞാൻ വിചാരിച്ചു ഇവൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയെന്ന്. അങ്ങനെയൊന്നും അവൻ പോകത്തില്ല എന്ന് പറഞ്ഞ് നന്ദു പറയണം. അപ്പം സച്ചി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അനി വയ്ക്കണം, താൻ ഈ നാട്ടിൽ നിന്ന് പോയില്ലേ? അങ്ങനൊന്നും ഞാൻ ഇവിടുന്ന് പോകത്തില്ല, നിങ്ങൾക്കെല്ലാം തരേണ്ടത് തന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് സച്ചി പറയുകയാണ്. ഇപ്പം ഞാൻ സസ്പെൻഷനിലാണ്, അതൊക്കെ സമ്മതിച്ചു. പിന്നെ ഞാൻ സർവീസിലേക്ക് തിരിച്ചു കയറും, അപ്പോഴത്തേക്ക് എൻ്റെ കീഴിലായിരിക്കും ഇവള് വരുന്നത്. അന്ന് നിനക്കുള്ളതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. നന്ദു പറയാണ്, നീ എന്നോട് അന്ന് കളിക്കാൻ വന്ന അതിൻ്റെ നിൻ്റെ കൂമ്പ് പിടിച്ച് ഞാൻ വാട്ടിയിട്ട് തൊപ്പിയും വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോരും, എനിക്ക് അത്രേ ഉള്ളെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ നീ ഇവിടെ അപ്പോൾ അനി പറയാണ്, നീ ഇവിടെ കിടന്ന് ഇവളുടെ തൊപ്പി തെറിപ്പിച്ച പിന്നെ ഈ നാട്ടിൽ നീ നിൽക്കത്തില്ല എന്ന് അനി പറയാണ്. അത് ഉറപ്പാ എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കാണാം ഇതിൻ്റെ പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും, ഞാൻ ഇത്രയും നാണം കെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് സച്ചി അങ്ങ് പോവുകയാണ്. അപ്പോൾ അനി പറയാണ്, ഞാൻ വിചാരിച്ചു ഇവൻ ഈ നാട് വിട്ട് പോകുമെന്ന്, ഇനി ഈ നാട്ടിൽ വരത്തില്ലെന്ന്. അപ്പോൾ നന്ദു പറയണം, അവൻ്റെ നാട്ടിലൊന്നും പോകാൻ പറ്റത്തില്ല, പത്രത്തിലും ടി വിയിലും ഒക്കെ വന്ന ന്യൂസല്ലേ, എങ്ങനെ പോവും, നാണം കെട്ട് നാറി നിൽക്കുകയല്ലേ എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് സച്ചി ആണെങ്കിൽ നേരെ പോയേക്കുന്നത് അബിയെ കാണാനാണ്. സച്ചി പറയാണ്, അനിയെ പാമ്പ് കടിച്ചായിരുന്നില്ലേ നന്ദുവിന് നോവത്തോളായിരുന്നു, അവനെ ആയിരുന്നു പാമ്പ് കടിക്കണ്ടേ, അവൻ്റെ മുന്നിലാണ് കൊണ്ടുവന്ന് പാമ്പിനെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറയാണ്. അപ്പം അബി പറയാണ്, നയനെ കടിച്ചാലും മതി, അവളുടെ ജീവനാ നയന, അവളെ കടിച്ചാലും അവൾക്ക് നോവും എന്ന് നമ്മുടെ അബിയും പറയുന്നുണ്ട്. അവൾ കരയണം, അവൾ മനസ്സ് തൊട്ട് ഇപ്പോൾ തുറന്ന് കരയണം, അതാ എനിക്ക് വേണ്ടുന്നത് സച്ചി പറയാണ്. എന്നോട് ചെയ്തതിനെല്ലാം ഞാൻ പ്രതികാരം വീട്ടിയിട്ടേ ഈ നാട്ടിൽ നിന്ന് പോകത്തുള്ളൂ, അത് ഉറപ്പാണ്. ഇന്നത്തോടെ അതിനൊക്കെ പരിഹാരമായി തുടങ്ങും എന്ന് അബിയും പറയാണ്. പിന്നെ കാണിക്കുന്ന അനന്തപുരിയിലാണ്. ചന്തുമോളെ ആണെങ്കിൽ ദേവേനെ ഒരുക്കിക്കൊണ്ട് ഇരിക്കുകയാണ്, പൊട്ടൊക്കെ തൊട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് ജയം വരികയാണ്. അപ്പം മുത്തശ്ശി എന്നാ നമ്മുടെ കുഞ്ഞാവ വരുന്നത്? അപ്പോൾ ദേവേനെ പറയാണ്, ഉടനെ വരും മോളെ, എന്നോട് കളിക്കുമോ? മോളോട് കളിക്കും. ഇവിടെ ഉള്ള മറ്റുള്ള ഇപ്പോൾ ഉള്ള കുഞ്ഞാവയെ പോലല്ല, നമ്മുടെ നയനാമ്മയുടെ വരുന്ന കുഞ്ഞാവ മോളോട് കളിക്കും, മോക്ക് എടുക്കാം എന്നൊക്കെ പറയാണ് എന്നും പറഞ്ഞ് ദേവേനെ കെട്ടിപ്പിടിച്ച് ചന്തുമോക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ പൂജ തുടങ്ങാറായി. അപ്പം നയനയാണെങ്കിൽ മുത്തശ്ശിയെടുത്ത് ചോദിക്കുകയാണ്, അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ, ചന്തുമോളെയും കണ്ടില്ലല്ലോ, അവർ രണ്ടുപേരും എന്ത് ചെയ്യേ? അപ്പം മുത്തശ്ശി പറയാണ്, അത് അവൾക്കാണെങ്കിൽ ചന്തുമോളെ ഒരുക്കി തീർന്നിട്ടില്ല, ഒരുക്കിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയണം. അങ്ങനെ അപ്പോഴത്തേക്ക് ദേവയാനി ചന്തുമോളെയും കൊണ്ട് അങ്ങോട്ട് എത്തിയല്ലോ എന്ന് മുത്തശ്ശി പറയുകയാണ്. അപ്പം അബി അവിടെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അബിയും ജലജയൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പം ജലജ വിചാരിക്കുകയാണ്, മരുമോളെ കടിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഇവളെങ്കിലും കടിച്ചാൽ മതിയായിരുന്നു, ഇവളുടെ ശല്യങ്ങളും മാറിക്കിട്ടിയേനെ എന്ന് ജലജ വിചാരിക്കുകയാണ്. അപ്പം അബി വിചാരിക്കുക, നയനെ കടിച്ചില്ലെങ്കിലും ഈ ചെറിയ കുരുട്ടിനെയും കടിച്ചാൽ മതിയായിരുന്നു, അതോടെ എനിക്കെതിരെയുള്ള തെളിവ് മാറിക്കിട്ടിയേനെ എന്ന് അബിയും വിചാരിക്കുകയാണ്. സ്വന്തം കൊച്ചാണെങ്കിലും ചത്താൽ മതി, അവൻ എങ്ങനെയെങ്കിലും രക്ഷമിട്ടാൽ മതിയെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഫ്രോഡ് അബി.
അങ്ങനെ ഉടായിപ്പുകൾ രണ്ടും കൂടെ സന്തോഷിച്ചിരിക്കുകയാണ്. ഇപ്പം നയനെ പാമ്പ് കടിക്കുമല്ലോ എന്നൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. അങ്ങനെ പൂജയൊക്കെ തുടങ്ങി പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അങ്ങനെ വിഘ്നേശ്വരന് മാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മാലയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നയന വന്ന് പൂക്കൂട എടുക്കുകയാണ്. പൂക്കൂട എടുക്കുമ്പം മുത്തശ്ശി പറയാണ്, മോളെ ഈ ഒരു മാലയും കൂടെ വിഘ്നേശ്വരന് ഇട്ട് കൊടുക്കൂ എന്ന് പറയാണ്. അങ്ങനെ ആ മാലയെടുത്ത് വിഘ്നേശ്വരന് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി ജലജയെടുത്ത് പറയുകയാണ്, ജലജെ ആ പൂക്കോടെ എടുത്ത് മോളെ ഒന്ന് പിടിച്ചു കൊടുത്ത് മോള് പൂവൊക്കെ എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ജലജയ്ക്ക് പണി കിട്ടി. അപ്പം ജലജ പറയുക, ജലജയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ജലജ പെട്ടെന്ന് പറയും, അപ്പം ഞാൻ രാവിലെ കാപ്പി കുടിച്ചതുകൊണ്ട് അതൊന്നും എടുത്തുകൂടെ, ആഹാരമൊന്നും കഴിക്കാതെ വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ എന്ന് പറയാണ്. ജാനകി എടുക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ജാനകി പറയുന്നത്, നിന്നോടല്ലേ അമ്മ പറഞ്ഞത്, നീ അങ്ങ് ചെയ്താൽ മതിയെന്ന് ജാനകിയും പറയുകയാണ്. അപ്പോൾ ദേവേനെ പറയാണ്, എന്നെങ്കിൽ ഞാൻ എടുത്തു തരാം. അപ്പം നമ്മുടെ നയന പറയണം, ആരും എടുത്തു തരണ്ട, ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറയാണ്. കേട്ടപ്പോഴത്തേക്ക് ഉടായിപ്പ് രണ്ടെണ്ണത്തിനും സന്തോഷമായി, അബിക്കും ജലജയ്ക്കും. ഇപ്പം അത് എടുക്കും പാമ്പ് കൊത്തും എന്നുള്ളൊരു പ്രതീക്ഷ അവർ വീണ്ടും നിൽക്കുകയാണ്. അപ്പോൾ ആ പൂ കൂടെ എടുത്തപ്പോൾ നയന പറയാണ്, ഇതിന് നല്ല ഭാരം ഉണ്ടല്ലോ, ഇന്നലെ ഇത്രയും ഭാരമില്ലല്ലോ, വീണ്ടും പൂ നിറച്ചോ എന്ന് ചോദിക്കണം നയന. അപ്പം അബി വിചാരിക്കാൻ, പിന്നെ ഭാരം കാണത്തില്ല, നല്ല മുറ്റ് പാമ്പല്ലേ അതിനകത്തിരിക്കുന്നത്, അപ്പോൾ ഭാരം കാണും എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ പൂക്കൂട തുറന്ന് നമുക്ക് ഒത്തിയൊന്നുമില്ല. അപ്പോഴത്തേക്ക് അബിക്കും ജലജ ഇങ്ങനെ സംശയിച്ചിരിക്കുകയാണ്. അങ്ങനെ പൂക്കൂട ഓരോരുത്തരുടെയും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും പൂ ഇങ്ങനെ എടുക്കുവാണ്. ഇവരുടെ സംശയം, ആ പാമ്പ് എങ്ങോട്ട് പോയി, പാമ്പിനി എവിടെ പോയി എന്നുള്ളൊരു സംശയത്തിലാണ്. അങ്ങനെ എല്ലാവരും പൂ എടുക്കുവാണ്. പൂജയ്ക്കുള്ള പൂ ഓരോരുത്തരായിട്ട് എടുക്കുകയാണ്. എടുത്തു കഴിയുമ്പോൾ അബി എടുത്ത് വരുമ്പോൾ അബിയും പൂവൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിലെ ടെൻഷൻ, ഈ പാമ്പ് എവിടെ പോയി, പാമ്പിനെ കാണുന്നില്ല, ഇതെവിടെ പോയി എന്നുള്ളൊരു ടെൻഷനാണ് അബിക്കും ജലജയ്ക്കും. അപ്പോഴത്തേക്ക് അവർക്കൊരുവിധം പിടികിട്ടി, പാമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്, പണി കിട്ടും എന്നുള്ള മനസ്സിലായി. അപ്പോൾ അബി പറയാണ്, അമ്മേ പാമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ടെൻഷനായി. എവിടെ പോയി കയറിയിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ കാണിക്കുന്ന പാമ്പാണെങ്കിൽ ഒരു അവിടെ തന്നെ ഒരു ഫോട്ടോയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ പാമ്പ് എന്ന് ജലജയും അബിക്കിട്ട് 2 കുത്തു കൊടുക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.